പ്രവാസാനന്തര എബ്രായ പ്രവാചകനായിരുന്ന സഖരിയാവ് ബാബിലോണിൽ ജനിച്ച ഒരു ലേവ്യനായിരുന്നു. യഹോവ ഓർത്തിരിക്കുന്നു എന്ന് പേരിനർത്ഥമുള്ള പ്രവാചകൻ തൻ്റെ പ്രവചനത്തിലുടനീളം ഈ അർത്ഥം പ്രമേയമായി ഉപയോഗിച്ചിരിക്കുന്നു. അതായത്, ഇസ്രായേൽ പിതാക്കന്മാരോട് യഹോവ ചെയ്തിട്ടുള്ള വാഗ്ദാനം ഇപ്പോൾ ഓർത്തിരിക്കുന്നു, അതിനാൽ അവർ അനുഗ്രഹീതരായിത്തീരും എന്ന് ജനത്തോട് പ്രവാചകൻ അറിയിക്കുന്നു. എന്നാൽ വിശുദ്ധ മത്തായി 23:35 സഖരിയ പ്രവാചകൻ യാഗപീഠത്തിനും മന്ദിരത്തിനും ഇടയിൽ വെച്ച് ദാരുണമായി കൊല്ലപ്പെട്ടുവെന്നും പ്രവാചകന്മാരെ കൊന്നവർക്കുണ്ടാകുന്ന പ്രതിഫലവും ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. സഖരിയ പ്രവചനത്തിലെ ആദ്യത്തെ 8 അധ്യായങ്ങൾ ദൈവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കുവാൻ യഹൂദ ജനതയെ പ്രേരിപ്പിക്കുവാൻ വേണ്ടിയാണ് എഴുതിയത്. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ 8 ദർശനങ്ങളും 7-8 അധ്യായങ്ങളിൽ 4 സന്ദേശങ്ങളും 9 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ 2 ഹൃദയഭാരങ്ങളും പ്രവാചകൻ പങ്കുവയ്ക്കുന്നു. ദർശനം കഴിഞ്ഞ് ഉപവാസം സംബന്ധിച്ച് 5-ാം മാസത്തിലെ ഉപവാസം ദേവാലയം നശിപ്പിച്ചതിൻ്റെ ഓർമ്മയായിരുന്നുവെങ്കിൽ 2 രാജാക്കന്മാർ 25:8. 7-ാം മാസത്തിലെ ഉപവാസം യഹൂദാദേശത്ത് ശേഷിപ്പിച്ചു വെച്ച ജനത്തിന് ബാബേൽ രാജാവ് അധിപതിയാക്കി വെച്ച് ശാഫാത്തിൻ്റെ മകനായ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവെ വധിച്ചതിൻ്റെ ഓർമ്മയായിരുന്നു. 2 രാജാക്കന്മാർ 25:25, യിരെമ്യാവ് 4:1-2. ഉപവാസവും പെരുന്നാളും അവയുടെ ഉത്സവത്തെ നഷ്ടപ്പെടുത്തി ആഘോഷിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. ദൈവസ്നേഹം ദൈവജനത്തിന് പകർന്നു കൊടുക്കുകയും നീതിയും ന്യായവും സമൂഹത്തിൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നതാണ് ദൈവപ്രസാദത്തിനുമുള്ള മാർഗം. എന്നാൽ ബാഹ്യാചാരങ്ങൾ നടത്തുകയും ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ജനം ന്യായവിധി വരുത്തിവെക്കുന്നു. അതുകൊണ്ട് സഖരിയാവ് 7:9 സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താൻ്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവിൻ എന്ന സന്ദേശം സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുവാൻ വചനഭാഗം നമ്മെ ഉപദേശിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.